മൈബദി 19ാമത്തെ സബക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ഇവിടെ സംസാരിച്ചത് ഹയൂല സൂറത്തിനെ തൊട്ട് തജറുദാവില്ല. അപ്പൊ ഏത് ഹയൂലക്കൊന്നില്ല, സൂറത്ത് ജിസ്മിയെ കൂടാതെ ഒരു ഉജൂദില്ല. ഏതുപോലെ സൂറത്തിനക്ക് ഹയൂലയെ തൊട്ട് തജറുദില്ലാത്ത പോലെ ഹയൂലക്ക് സൂറത്തിനെ തൊട്ടും തജറുദില്ല. അപ്പൊ ഹയൂലയും സൂറത്തും തമ്മിൽ തലാദുമുണ്ടാവും. അതിനുള്ള ബുർഹാനായിട്ട് മൂപ്പര് പറഞ്ഞത്, സൂറത്തിനെ തൊട്ട് തജറുദായാൽ എന്താവണം? ഒന്നിരിക്കല് ഹയൂല ഹിസ്സിയായിരിക്കുന്ന ഇശാറത്തിനെ സ്വീകരിക്കുന്നതാവും, അല്ലെങ്കിൽ ആവാതിരിക്കും. എന്നാൽ ഹിസ്സിയ ഇശാറത്തിന്റെ കാബിലാകുക എന്നതും ശരിയല്ല, ആവാതിരിക്കുക എന്നതും ശരിയല്ല. ഹിസ്സിയ ഇശാറത്തിനെ സ്വീകരിക്കുക എന്ന് നോക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയാൻ കാരണം, അങ്ങനെ ഹിസ്സിയ ഇശാറത്തിനെ സ്വീകരിക്കുകയാണെങ്കിൽ എന്താവണം? ഒന്നിരിക്കൽ അത് പിന്നെ അംശയമാവണം, അല്ലെങ്കിൽ അംശയമാവാതിരിക്കണം. എന്നാൽ അംശയമാവാതിരിക്കുക എന്നുള്ളത് ശരിയല്ല, ഒന്നാമത്തെ ശിക്ക്. രണ്ടും ശരിയല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇസ്സിയായ ഇശാറത്തിന്റെ കാബിലാകുന്ന ഏതൊന്നാം എന്താവണം? അത് അംശയമാവണം എന്നത് ജുസുല്ലാദിയിലായത്തിൽ കഴിഞ്ഞ ദലീൽ കൊണ്ട് സുബൂത്തായി. എന്നാൽ ഇനി അംശയമാകുക എന്നുള്ളതോ അതും ശരിയല്ല. അതാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലാ സബീലയിലല്ല അവ്വലി, അവ്വലിലേക്കും സബീലില്ല. അന്നഹ ഹീനയിദിൻ ഇമ്മാൻ തങ്കസിമ ഫീ ജിഹത്തിൻ വാഹിദത്തിൻ ഫഖത്ത്. അപ്പൊ എന്താവും? ജൗഹരിയായ ഖത്താവും, അല്ലെങ്കിൽ രണ്ട് ജിഹത്തിൽ. അപ്പൊ എന്താവും? ഒരു ജൗഹരിയായ സുത്തുഹ് ഉണ്ടാവും, അല്ലെങ്കിൽ മൂന്ന് ജിഹാത്തിലായിട്ട്. അപ്പൊ ജിസ്മാവും. ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ഇതിൽപ്പെട്ട ഓരോന്നും ശരിയല്ല, അത് ബാത്തിലാക്കാൻ പോവും. അതായത് നമുക്ക് പറയേണ്ടത്, കുല്ലു വാഹിദിൻ മിൻഹ, ഈ മൂന്ന് ഇഹ്തിമാലുകളിൽ നിന്നുള്ള എല്ലാ ഓരോന്നും ബാത്തിലാണ്. അപ്പൊ എന്ത് സുബൂത്താവും? അത് എന്തിനു പറ്റൂല? ഇൻകിസാം ഉണ്ടാകുക എന്നതും ശരിയല്ല. പല സബീലയിൽ അവല് ഹൈവൽ എന്ത് ചെയ്യാ? മുങ്കസിമാകുക എന്നുള്ളതാണ്. അതും ശരിയല്ല, അതൊരു സുബൂത്താവും. അപ്പോ ഈ ജൗഹരിയായ ഖത്ത്, ജൗഹരിയായ സത്ഹ്, ജൗഹരിയായിരിക്കുന്ന ജിസ്മ്, ഇങ്ങനെ മൂന്ന് ഇഹ്തിമാൽ അവിടെ പറഞ്ഞേക്കും. അതിൽ നിന്നുള്ള ഒന്നാമത്തെ അമ്മ അന്നഹു ലാ യജൂസു അൻ തകൂന ഖത്തൻ. ഒന്നാമത്തത് ജൗഹരിയായിരിക്കുന്ന ഖത്ത്, അതായത് ഹയൂൽ ഉണ്ടാവാൻ പറ്റൂല. അത് ഇൻകിസാമിന്റെ കാബിലാവുകയാണെങ്കിൽ ഒന്നിരിക്കൽ എന്താവട്ടെ? ഒറ്റ ജിഹത്തിൽ കൂടെ ഇൻകിസാമിന്റെ കാബിലാവട്ടെ. അപ്പൊ എന്തുണ്ടാവും? ജൗഹരിയായ ഖത്തിലാദ്യമാവും. അഥവാ ഹയൂൽ എന്താവേണ്ടേലും ഒരു ഖത്താവല്ലാദ്യമാവും. അങ്ങനെ പാടില്ല. അമ്മ അന്നഹു ലാ യജൂസു അൻ തകൂന ഖത്തൻ, അത് ഖത്താവുക എന്നത് ജായിസാവൂല. എന്റെ കാരണം ഫലിഅന്ന വുജൂദൽ ഖത്തി, ഖത്ത് ഉണ്ടാവൽ അലാ സബീലിൽ ഇസ്തിഖ്ലാലി, ഇസ്തിഖ്ലാലിന്റെ സബീലിന്റെ മേലായിട്ടൊരു ഖത്ത് ഉണ്ടാവല്. ഇസ്തിഖ്ലാലിന്റെ സബീൽ എന്ന് പറഞ്ഞാൽ അത് ജൗഹരിയാകുക, ജൗഹരിയായിരിക്കുന്ന ഖത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അയിൽ ജൗഹരി. ഒരു ജൗഹരിയായിരിക്കുന്ന ഖത്ത് എന്ന അടിസ്ഥാനത്തിൽ കൂടെ ഒന്നുണ്ടാവല് മുഹാലൻ, അത് മുഹാലാണ്. എന്താ കാരണം? അത് നമ്മൾ ജുസുല്ലദിലായത്തിൽ പറഞ്ഞല്ലോ. അത് ബാത്തിലാക്കാൻ പറഞ്ഞ അതേ ബുർഹാൻ തന്നെ. തീരെ ഇൻകിസാമിന്റെ കാബിലാവാത്ത ഒരു ജുസ് ഉണ്ട് എന്ന് വെക്കുകയാണെങ്കിലും ഹുക്കമാവുകളെ പറഞ്ഞു, അത് തറക്കുമാക്കുമ്പോൾ അതിന് രണ്ട് ജുസിന്റെ ഇടയിൽ കൊണ്ടുവരും. അപ്പൊ എന്താവും? ഈ ജാനിബിനെ തൊട്ട അതേ ജാനിബ് കൊണ്ടാണോ മറുജാനിബിനെ തൊട്ടത് എന്ന അതേ ബുർഹാൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്.
ലിഅന്നഹു ഇദൻതഹ ഇലൈഹി, അതുകൊള്ള അറ്റമായി. ആ ജൗഹരിയായിരിക്കുന്ന ഒരു ഖത്തുണ്ട് എന്ന ഫർള് നമ്മൾ ചെയ്തല്ലോ. എന്നാൽ ആ ഖത്തിലേക്ക് അറ്റമായാൽ തുറുഫാ സത്ഹൈനി, രണ്ട് സത്ഹിന്റെ രണ്ട് തുറുഫ്, രണ്ട് സത്ഹിന്റെ രണ്ട് തുറുഫ് അറ്റമായാൽ ഇനി വരുന്നുണ്ട്. അതൊന്നിരിക്കലും എന്ത് ചെയ്യും? തലാഖിയെ വിലങ്ങട്ടെ അല്ലെങ്കിൽ വിലങ്ങാതിരിക്കട്ടെ. വിലങ്ങാനും പാടില്ല, വിലങ്ങാതിരിക്കാനും പാടില്ല. അപ്പൊ ജൗഹരിയ ഖത്തുണ്ടാകാൻ പാടില്ല എന്ന് സുബൂത്തോ. അതിന്റെ ഇടയിൽ അസ്സത്ഹൈനി എന്നുള്ളിടത്ത് ചില ആളുകള് മുസ്തഖീമുൽ അദ്ല ആയിരിക്കുന്ന സത്ഹ് കൈത് കൊടുത്തിട്ടുണ്ട്. ആ കൈദിനെ പറ്റി ഷാരി പറയണം. അങ്ങനെ ഒരു കൈത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൈത് കൊടുത്തോലെ ലക്ഷ്യം, നമ്മളിപ്പോ ഖത്ത് എന്ന് പറഞ്ഞാൽ അതൊരു മുസ്തഖീമായ ഖത്തിലല്ലേ നമ്മളെ കലാമ്. അപ്പൊ മുസ്തഖീമായ ഖത്തിനിക്ക് മുസ്തഖീമായ സത്ഹ്, ആ മുസ്തഖീമായ സത്ഹിലുണ്ടായ ആ ഖത്തിനോട് ചേരാൻ തരപ്പറ്റുന്ന രണ്ട് മുസ്തഖീമായ ഖത്തുണ്ടായ അതനുസരിച്ച് അപ്പൊ ആ ദലീലൊന്ന് ലാഹിറായി ഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ചില ആളുകൾ എന്താണത് മുസ്തഖീമുൽ അദ്ലാഇ എന്ന് കൈത് കൊടുത്തത്. ഷാരിഫ് അത് ശരിയല്ലാതാ പറയണം. ശരിയല്ല എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഏതായാലും നോക്കുക, അയ്യദഹുമ, ഈ രണ്ട് സത്ഹിനെ കൈതാക്കി. സത്ഹൈനി എന്നിടത്ത് അതിന് കൈത് പറഞ്ഞു. ബാലുഹും, അവരിൽ നിന്നുള്ള ചിലര്, ബിൽ മുസ്തഖീമയിൽ അദ്ലാഇ, നിലവുകളൊക്കെ മുസ്തഖീമാകുക, അതായത് മുസ്തഖീമായ രണ്ട് സത്ഹീൻ. അപ്പോലും ഹാലത്തഖീദ് മുദിറുല്ലന, ഇത് നമുക്ക് അപകടകരമായ കൈതാക്കലാണ്. എന്തേ കാരണം? ലിഅന്നഹു ലാ യതിമ്മുൽ മത്ലൂബു, ഈ ജൗഹരിയായ ഖത്ത് മുഹാലാക എന്ന ആ ദഅവ, ആ മത്ലൂബ് അത് പൂർത്തിയാവൂല ഇല്ലാ ബിബ്താലിൽ ഖത്തിൽ ജൗഹരി മുത്തലക്കൻ, ജൗഹരിയായിരിക്കുന്ന ഖത്തിനെ അതെന്തായി മുസ്തഖീമാവട്ടെ വൈറു മുസ്തഖീമാവട്ടെ മുത്തലക്കൻ, അഥവാ സവാവുകാന മുസ്തഖീമന വൈറഹു, മുസ്തഖീമായാലും വേണ്ടില്ല അല്ലാത്തതാനും വേണ്ടില്ല. അപ്പൊ നിരുപാധികം ജൗഹരിയായ ഖത്തിനെ ബാത്തിലാക്കലാണ് നമ്മുടെ മത്ലൂബ് താമാവാൻ നിർവാഹമുള്ളൂ. എന്നിരിക്കെ മുസ്തഖീമുൽ അദ്ല എന്ന് കൈതാക്കുമ്പോൾ വഹാദ മഖ്സൂസും ബിബ്താലിൽ മുസ്തഖീമി മിന്നു, അതിൽ നിന്നുള്ളൊരു മുസ്തഖീമിനെ ബാത്തിലാക്കൽ കൊണ്ട് ഖാസാക്കപ്പെട്ടതാവും. അതിനിപ്പോ ആ കായില മുഖയ്യില് കൈതാക്കിയ ആൾക്ക് ഇപ്പൊ എന്ത് ലക്ഷ്യമുണ്ടായിരുന്നില്ല? ഇതൊരു മിസാലായിട്ട് മുസ്തഖീമുൽ അദ്ലായിരിക്കുന്ന ഖത്ത് കൊണ്ട് മുസ്തഖീമായിരിക്കുന്ന ഒരു ഖത്തിനെ ബാത്തിലാക്കുക. അതുപോലെ തന്നെയാണ് ഒരു മുസ്തഖീമായിരിക്കുന്ന ഖത്ത് കൊണ്ട് ഒരു മുസ്തഖീമായിരിക്കുന്ന ഖത്തും ചെയ്യാ, ജൗഹരിയായ ഖത്തും ബാത്തിലാവും. അത് ഖിയാസ് കൊണ്ട് കിട്ടും എന്നല്ലാതെ ഈ തഖ്സീസ് ഒന്നും ആർക്കും മുറാദല്ല. ആ പിന്നെ കൈത് കൊടുത്ത ആൾക്ക് മുറാദല്ല എന്ന് വെച്ചാൽ ഈ ഇത്റാദ് ഇവിടെ വരില്ല. അല അന്നഹു, അതിനും പുറമെ സാരി ഒന്നുകൂടി കേറാണ്. യക്ഫി ഹീനൈദിൻ, അന്നേരത്ത് മതിയാവുമല്ലോ ഈ മുസ്തഖീമുൽ അദ്ല ആയിരിക്കുന്ന മുസ്തഖീമായിരിക്കുന്ന ജൗഹരിയായ ഖത്തിനെ ബാത്തിലാക്കാൻ ഈ ഒരു സത്ഹിന്റെ എല്ലാ നിലവുകളും എന്തിനാ ഒരു മുസ്തഖീമാവണത്? മുസ്തഖീമാവണത് രണ്ടെണ്ണം മുസ്തഖീമായ മതിയല്ലോ. ആ തലാഖ് ചെയ്യുന്ന അല്ല രണ്ട് മഹല്ലുകൾ, അതാണ് പറയണത്. ഈ ഇസ്തിഖാമത്ത് ഹീനീദിൻ, ഈ ജൗഹരിയായ മുസ്തഖീമായ ഖത്തിനെ ബാത്തിലാക്കാനാണ് നമ്മൾ ലക്ഷ്യം നോക്കുക. എന്നാൽ മതിയാവും ആ വിഷയത്തിൽ ഇസ്തിഖാമത്തു നിലയും മിൻ കുല്ലി മിൻഹുമാ, ആ രണ്ട് ഖത്തിൽ രണ്ട് സത്തിൽ നിന്നുള്ള എല്ലാ ഓരോന്നിൽ നിന്നും ഓരോ നിലയിന്റെ ഇസ്തിഖാമത്ത് മതിയാവുമല്ലോ. വലാഹാജത്തിൽ ഇസ്തിഖാമത്ത് ജമീഅ അദ്ലാഇഹിമ, ആ രണ്ട് സത്തിഹിന്റെ എല്ലാ ഓരോ 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 നിലകളുടെയും ഇസ്തിഖാമത്തിലേക്ക് ആവശ്യമില്ലല്ലോ. അതിപ്പോ വലിയൊരു ചർച്ചയൊന്നുമല്ല, ഏതായിരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യാ, മുസ്തഖീമുൽ ജൗഹരിയായിരിക്കുന്ന സത്ഹ് അല്ലെങ്കിൽ ഖത്തുണ്ട് എന്ന് വെക്കുകയാണെങ്കിൽ എന്താവട്ടെ, അതിലേക്ക് രണ്ട് സത്ഹിന്റെ രണ്ട് തെറുപ്പിനെ നമ്മൾ ചേർത്തി വെക്കുക. അങ്ങനെ ചേർത്തിയാൽ ഫൈമാൻ യഹ്ജബ തലാഖൈഹിമ, ആ രണ്ട് തെറുപ്പ് എന്താവും? തലാഖ് ചെയ്യലിന് ആ ഖത്ത് വിലങ്ങും. ആ സത്ഹിന്റെ രണ്ട് തെറുപ്പ് എന്ത് ചെയ്യാ, പരസ്പരം കണ്ടുമുട്ടല് ഈ ഖത്ത് വിലങ്ങട്ടെ. ഔലായ അല്ലെങ്കിൽ വിലങ്ങാതിരിക്കട്ടെ.
ഒന്നിരിക്കൽ വിലങ്ങണം, അല്ലെങ്കിൽ വിലങ്ങാൻ പാടില്ല. ലാ ജായിസ, ജായിസേ ഇല്ല. അല്ല യഹ്ജബ, അത് വിലങ്ങാതിരിക്കുക എന്നുള്ളത് ജായിസല്ല, അത് അനുവദനീയമല്ല. ഇല്ല, ഇനി അത് അനുവദനീയമാണെന്ന് വെക്കുക, എന്നാൽ എന്ന് രാജ്യമാവും. അതായത് ഈ ഖത്തിൻ ജൗഹരിയായിരിക്കുന്ന ഖത്തിനെ മധ്യത്തിൽ വെച്ച് രണ്ട് ഭാഗത്തു നിന്നും ചെയ്തു ഒരു സത്ഹ്, രണ്ട് തെറുപ്പ് തമ്മിലുള്ള തലാഖുണ്ടായി. അപ്പൊ ഈ രണ്ട് തെറുപ്പുകളുടെ ഈ രണ്ട് സത്യത്തിന്റെ രണ്ട് തെറുപ്പുകൾ തമ്മില് മുലാഖാത്തിന് വിലങ്ങി നിൽക്കുക. മുലാഖാത്തിന് വിലങ്ങിയാൽ തദാഖുൽ ഖുത്തൂത്തി, ജൗഹരിയായിരിക്കുന്ന ഖത്തുകൾ എന്തായി? തദാഖുലാദ്യമായി. പണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വഹുവ മുഹാലുൻ, അത് മുഹാലാണ്. ഖത്തുകൾ തമ്മിൽ തദാഖുൽ എങ്ങനെ മുഹാലാണ്? കാരണം അന്ന കുല്ല ഖത്തൈനി, ഈ തദാഖുൽ മുഹാലാണ് എന്നുള്ള കാര്യം ഒരു ബദിഹിയാണ്. അതിനിപ്പോ ഒരു ദലീലിലേക്ക് ആവശ്യമില്ല. അത് മുസന്നിഫിന്റെ ശൈലി കാണുമ്പോ ഈ തദാഖുല് മുഹാലാക എന്നുള്ളത് നെതിരിയാണ് എന്ന് തോന്നിപ്പോ. ഇല്ല യുദ്ധ ഇങ്ങനെ വാദിക്കപ്പെടേണ്ടി വരും. ഈ അന്നക്കുല്ല ഖത്തൈനി എന്നുള്ളത് ഈ തദാഖുല് മുഹാലാണ് എന്ന വിഷയം ഫീനഫ്സിൽ ബദിഹിയാണ്. അതേ സമയത്ത് അത് വൈറവലിയാണെന്നും, വൈറവലിയായ ബദിഹിയായപ്പോ അതിലൊരു തെമ്പീനെ കൊണ്ടുവരലാണ് ഈ അന്നക്കുല്ല ഖത്തൈനി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഒഴികെ. ഈ അന്നക്കുല്ല ഖത്തൈനി ഏത് രണ്ട് ഖത്തും മജ്മൂഉഹുമ, ആ രണ്ട് ഖത്തിന്റെ മജ്മൂഅ് അഅ്ളമു മിനൽ വാഹിദി, വാഹിദിനേക്കാൾ ആഴമായിരിക്കും. വത്തദാഖുലു, എന്നാൽ തദാഖുലോ യൂജിബു ഖിലാഫഹു, അതിന്റെ ഖിലാഫിനെ നിർബന്ധമാക്കും, ആഴമല്ലാന്ന് വരേണ്ടി വരും. അപ്പോ ആഴമാണ് എന്നുള്ള ആഴമല്ലാന്ന് വരും. അല്ല, അത് ആഴമല്ലാത്ത ആഴമാണെന്ന് വരേണ്ടി വരും. തീര ഇനിയിപ്പോ ഇതിന്റെ മേലൊരു ഇഷ്കാരം. അപ്പൊ ഏത് രണ്ട് ഖത്തും അതിന്റെ മജ്മൂ, രണ്ട് ഖത്തിന്റെ മജ്മൂ വാഹിദിനേക്കാൾ ആഴമാവണം. തദാഖുലിനാൽ ഇത് രാജ്യമാവും, ആഴമാവാതിരിക്കൽ രാജ്യമാവും. അപ്പൊ ഫീനഫ്സില് ആ ആഴമിയത്ത് ലാ ആഴമിയത്തായിട്ട് വരും. അതാണ് ഹക്ക് എന്ന് പറഞ്ഞത്. തീര ഈ ഇഷ്കാല് ഒരു കനപ്പെട്ട ഇഷ്കാലൊന്നല്ല. തദാഖുലിന്റെ മാന ജൗഹരിയായിരിക്കുന്ന നുക്തയാവട്ടെ, ഖത്താവട്ടെ, സത്ഹാവട്ടെ, ജിസ്മാവട്ടെ, അതിന്റെ തദാഖുല് ബദിഹിയാണ്. ഇനിയിപ്പോ ഇവിടെ ഈ ഖായില് ഒരു തദാഖുൽ എങ്ങനെ ഇവിടെ വരിക എന്നതാണ് ഇപ്പൊ മൂപ്പര കലാമ്. മൂപ്പര് മനസ്സിലാക്കിയോടത്തോളം തദാഖുൽ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ തഹ്ഖീഖിന് എതിരാണ്. ഈ തീരെ പച്ച ബാത്തിലാണ് ഉപയോഗം. ഇൻ അറാദ, ആര് ചോദിക്കുകയാണ്, മുസന്നിഫിന്റെ ഉദ്ദേശം അന്ന കുല്ല ഖത്തൈനി, ഏത് രണ്ട് ഖത്തും ഫഹുമ, ആ രണ്ട് ഖത്ത് അഅ്ളമു മിൻ അഹദിഹിമ, രണ്ടിൽ നിന്ന് ഒന്ന് മറ്റേതിനേക്കാൾ ആഴമാണ് എന്ന് പറഞ്ഞല്ലോ. ഇത് രണ്ട് ഖത്തിന്റെ മജ്മൂഅ് രണ്ട് ഖത്തിൽ നിൽക്കുന്ന ഒന്നിനേക്കാൾ ആഴമാണ് എന്ന് പറഞ്ഞത് ഈ ജിഹത്തി തൂരി, തൂരിന്റെ ജിഹത്തിലാണോ? അതായത് രണ്ടും കൂടി കൂടിയാൽ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2 ഖത്ത് കൂടിയാൽ ഇപ്പൊ എന്തായി? 4 ആയി. അപ്പൊ അതില് വാഹിദ് ഇപ്പൊ ഒന്നിലുള്ളൂ. അതാണ് തൂരിന്റെ ജിഹത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ വരിക. ആ തൂരിന്റെ ജിഹത്തിൽ ആഴമാണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചാൽ ഇപ്പൊ മുസല്ലമുൻ. അപ്പോ തൂലിന്റെ ജിഹത്തിലായി, ആ ജിഹത്തിലായ നിനക്കുള്ള തദാഖുൽ എന്താണ്? മുഹാലാണ്, സമ്മതിക്കാം. പക്ഷേ നമ്മളെ കലാം ഇപ്പൊ എന്തല്ല, ലാക്കിനിൽ കലാമോ നമ്മളെ കലാമോ ലൈസ ഫിജ്തിമാഇഹിമ, രണ്ട് ഖത്തിന്റെ ഇജ്തിമായിൽ ഫിത്തൂലി, തൂലിനായ നിനക്കുള്ള ഇജ്തിമായിലല്ല നമ്മളെ കലാമ്. ബൽ ഫിൽ അറളി, അറളിലാണ്. അതപ്പോ നമ്മൾ ദലീലിൽ നിന്ന് ഗ്രഹിക്കുന്നതാണ്. രണ്ട് ഖത്ത് 2 സെന്റിമീറ്റർ കൊണ്ട് എന്ത് ചെയ്യാ, കൂട്ടിയിട്ട് 4 സെന്റിമീറ്റർ ആക്കാനല്ല. പിന്നെ 2 സെന്റിമീറ്റർ വലുപ്പത്തിൽ 2 ഖത്ത് പരസ്പരം അറളിൽ എന്ത് ചെയ്യാ, ഒന്നൊന്നിന്റെ മേലിൽ ഇന്തിബാക്ക്. ആ ഇന്തിബാക്കിന്റെ ഹാലത്തില് എന്തുണ്ടാവും?
ഒന്നിനേക്കാൾ മജമൂഇനേക്കാൾ അലമിയത്തുണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കണം. ഉണ്ടാകണില്ല നോക്കുമ്പോ എന്തായി? തദാഖുലുണ്ടാവണം. അതവിടുത്തെ വിഷയം. ഈ വൈൻ അറാദ മുസന്നിഫ് ഉദ്ദേശിച്ചത് ഈ ജിഹത്തിൽ അറദിന്നാണോ, അറദിന്റെ ജിഹത്തിൽ നിന്നാണോ ഉദ്ദേശം? നഫമംനൂൻ, അവിടെ തദാഖുൽ മുഹാലാണ് എന്ന് സമ്മതിക്കൂല. ഇതാണിപ്പോ ഈ കായില്. ഇനി അതിന്റെ ബയാൻ ചെയ്യുന്നുണ്ട്. ഇതിലാ അളമലിൽ ഖത്തി ഫീ തിൽക്കൽ ജിഹത്തി. ഈ തദാഖുൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മിഖ്ദാറിന്റെ ഷെയ്നാണ് തദാഖുൽ എന്നാണ് ഇപ്പൊ മൂപ്പര് കണ്ടെത്തുന്നത്. അതാണ് ഇതിലാ അളമ, വണ്ണതയില്ല, ഇതിൽ ഖത്തി, ഖത്തിനിക്ക് ഫീ തിൽക്കൽ ജിഹത്തി, ആ അറളിന്റെ ജിഹത്തിലായ നിനക്ക്. കാരണം തീരെ അറളിൽ എന്തില്ല, ഇംഗിസാമിന്റെ കാബിലാവാത്ത മിഖ്ദാരിയത്ത് തൂലില് മാത്രമുള്ള ഒന്നിരിക്കണല്ലോ ഖത്ത് ഖത്ത് എന്ന് പറയാം. അപ്പൊ എന്തില്ല, ജിഹത്തിൽ ആ ഖത്തിനിക്ക് തീരെ അളമത്തില്ല. അപ്പൊ മിഖ്ദാരിയത്താണ് തദാഖുൽ മുഹാലാവുന്നതിന്റെ മദാറ്. എത്തരത്തില്? അതെവിടെ മാത്രമേ ഉള്ളൂ? തൂലിലായ നിരക്ക് മാത്രമേ എന്തുള്ളൂ? മിഖ്ദാരിയത്തുള്ളൂ. ഖത്തിലായ നിരക്കെന്തില്ല, അല്ല അറളിലായ നിരക്കെന്തില്ല, മിഖ്ദാരിയത്തില്ല. അപ്പൊ അറളിലായ നിരക്കെന്തില്ല, തദാഖുൽ മുഹാലല്ല എന്ന് വരും. ഇനി ഇത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ വിഷയം ഒന്നും കൂടി ഈലാഹ് ചെയ്യാൻ വേണ്ടി മൂപ്പർ ഉദ്ദേശിക്കണം. മൂപ്പര് പറയാം, അന്നംതിനാ തദാഖുലി, തദാഖുല് മുംതനിയാവല് ഇന്നമാഹുവ ഫിൽ മഖാദീരി, അത് മിഖ്ദാറുകളിൽ മാത്രമാണ്. മിഖ്ദാറുകളിൽ മാത്രമാണെന്നുണ്ടാകുന്നത് തദാഖുൽ മുഹാലാവുന്നത്. മിൻ ഹൈസു ഹിയ മഖാദീർ, അത് മിഖ്ദാറുകളാകുക എന്ന ഹൈസിയത്തിന് വേണ്ടി മിഖ്ദാറുകളിൽ മാത്രമേ എന്തുള്ളൂ? തദാഖുൽ മുഹാലാവുന്നുള്ളൂ. ഫമാല മിഖ്ദാറ ലഹു അസ്ലൻ, അതനുസരിച്ച് തീരെ മിഖ്ദാറില്ല. അങ്ങനെയുള്ള ഒന്ന്, തീരെ മിഖ്ദാറില്ലാത്ത ഒന്ന് ഇപ്പൊ നുഖത്ത, അതുപോലെ തന്നെ ജുദൂല്ലതിലായ ഇതിനൊക്കൊന്നും മിഖ്ദാറില്ല. അങ്ങനെയുള്ള ഒന്ന് ലാ യംതനിഉ തദാഖുലു ഫീഹി, അതിലെന്താവൂല? തദാഖുൽ മുംതനിയാവൂല. ലാ യംതനിഉ തദാഖുലു ഫീഹി ബിവജ്ഹിൻ മിനൽ വുജൂഹി, ഒരു വിധേനയും ഊലാലുമില്ല, അറുളാലുമില്ല, ഉംകാലുമില്ല, ഒരു നിലക്കും എന്താവൂല? തദാഖുലിന്റെ പ്രശ്നം അവിടെ ഉദിക്കൂല. വമാലഹു മിഖ്ദാറുൻ ഫീ ജിഹത്തിൻ വാഹിദത്തിൻ, എന്നാൽ ഏക ജിഹത്തിന് മാത്രം മിഖ്ദാറുണ്ട്. ഫഖത്ത്, അത്ര മാത്രം. ഇതുപോലെ നമ്മളെ പിന്നെ ഖത്ത് പോലെ ഏക ജിഹത്തിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇംതനാ തദാഖുലു ഫീഹി, അതിൽ തദാഖുൽ മുംതനിയായി. അതിൽ തദാഖുൽ മുംതനിയായി ഏത് ജിഹത്തിൽ കൂടെ? മിൻ തിൽക്കൽ ജിഹത്തി, ആ ജിഹത്തിലായിട്ട്. അപ്പോ ഫഖത്ത്, അത്ര മാത്രം. ഏത് ജിഹത്തിലാണോ അതിലേക്ക് മിഖ്ദാറുള്ളത്? ഖത്താവുമ്പോ തൂല്. അപ്പൊ ആ തൂലിന്റെ ജിഹത്തിലായ നിനക്ക് മാത്രം എന്തായി? അപ്പോ ആ പറഞ്ഞതിന്റെ ഹാസൻ എന്തായി? ഒരു ഖത്ത് ആ തൂലിന്റെ ജിഹത്തിലായിട്ടൊരു ഖത്തിലേക്കാണ് കടക്കുക. എന്തില്ല? തൂലിനൊട്ട് വർധനം ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയാം, അത് മുഹാലാണ്. അപ്പൊ ആ തൂലിന്റെ ജിഹത്തിലായ നിലക്ക് മാത്രമേ എന്തുള്ളൂ? പിന്നെ തദാഖുലിന്റെ പ്രശ്നമുള്ളൂ. ഫഖത്ത്. വമാലഹു മിഖ്ദാറുൻ ഫീ ജിഹത്തൈനി ഫഖത്ത്. ഇനി രണ്ട് ജിഹത്തിലായ നിലക്ക് മിഖ്ദാർ അതിലേക്കുണ്ട്. രണ്ട് ജിഹത്തിൽ മാത്രമേ ഉള്ളൂ, മൂന്ന് ജിഹത്തിലില്ല. എന്നാൽ ഇംതനാ തദാഖുലു ഫീഹി മിൻ തൈനിക്കൽ ജിഹത്തൈനി, ആ രണ്ട് ജിഹത്തിലായിട്ട് എന്തായി? അതിൽ തദാഖുൽ മുംതനിയായി. ഫഖത്ത്, അത്രമാത്രം. ദൂര ജിഹത്തി സാലിസത്തി, മൂന്നാം ജിഹത്ത്, അതായത് തൂല് അറുകൊണ്ട് ഉംക്കില്ല, ആ ഉംക്കിന്റെ ജിഹത്തിലായ നിലക്ക് തദാഖുൽ മുഹാലായി. വമാലഹു മിഖ്ദാറുൻ ഫിൽ ജിഹാത്തി സലാസി, മൂന്ന് ജിഹത്തിലായ നിലക്ക് മിഖ്ദാറുള്ള ഒന്നാണെങ്കിലോ ഇംതനാ തദാഖുലു ഫീഹി ബിൽ കുല്ലിയത്തി, അവിടെ കുല്ലിയത്ത് കൊണ്ട്, അവിടെ അറുകൊണ്ട് തൂലുകൊണ്ട് ഉംക്കുണ്ട്
എല്ലാ ജിഹത്തിൽ കൂടും തദാഖുൽ മുംതനിയായി. അപ്പൊ ഇത് പറഞ്ഞപ്പോ ആ കായിൽ തന്നെ ഈ ഒരു ചോദ്യവും ജവാബ് അവിടെ കൊണ്ടുവരികയാണ്. ആ കായിലിന്റെ ഫൈൻ കുൽത്ത എന്ന് പറഞ്ഞത് എന്തല്ല സാരി പറയല്ല, അതാ സാഹിബിൽ കീൽ, ആ കീലിന്റെ സാഹിബാണ് ഇപ്പൊ ഇത് പറയണത്. ഫൈൻ കുൽത്ത, അപ്പൊ മൂപ്പര് ചോദിക്കാണ്, ഇപ്പൊ മിക്താറുള്ള ഒന്നിനിക്കല്ലേ ഇപ്പോ ഏതുള്ളൂ, ആ മിക്താറിന്റെ ജയത്തിൽ കൂടെ മിക്താറുള്ള ഒന്നിനിക്ക് മിക്താറിന്റെ ജയത്തിൽ കൂടെ എന്തുള്ളൂ, തദാഖുൽ മുഹാലാവുള്ളൂ. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ജൗഹരിയായിരിക്കുന്ന ഒരു ലുക്കത്ത ജൗഹരിയായിരിക്കുന്ന ജുദുല്ലതിലാജത അതിരിക്കുന്നില്ല, തൂരുല്ല, അറവില്ല, ഉംകുല്ല. അപ്പൊ അവിടെ എന്തില്ല, തദാഖുൽ മുഹാലില്ല എന്ന് വരൂലേ. എത്തരത്തിൽ ജുദുല്ലതിലാജതിനെ ബാത്തിലാക്കുന്ന മബഹത്തിൽ എന്ന് പറഞ്ഞല്ലോ, തദാഖുലിന്റെ കാര്യം പറയും ചെയ്തല്ലോ. അവന് മൂപ്പര് പറയാം, അതാ പറയണത്. ഫഅലമാദക്കർത്തു, അപ്പൊ ഞാൻ ഈ പറഞ്ഞനുസരിച്ച് ലാ യംതനിഉ തദാഖുലു ഫിൽ അജ്സാഇല്ലതി ലാ തതദ ജുദുല്ലതിലാജതിൽ തദാഖുൽ മുംതനിയാവൂലല്ലോ. ഇലാ മിഖ്ദാറ ലഹാസിലൻ, അതിനക്ക് തൂലാലും അറലാലും ഉംകാലും തീരെ മിഖ്ദാറല്ല. മിഖ്ദാറുള്ള ഒന്നിനൊക്കെ തദാഖുലുള്ളൂ. ഉൽത്തു അതൊക്കെ, അതായത് ജുദുല്ലതിലായതില് തദാഖുല് പിന്നെ മുംതനി അല്ല, അതല്ല പറഞ്ഞ. ഉൽത്തു അൽ ഹുക്കുമു ബിംതിനായി തദാഖുലി ഫീഹ, ഈ ജുദുല്ലതിലായതില് തദാഖുല് മുംതനിയാവല് കൊണ്ടുള്ള ഹുക്കുമ്, തദാഖുല് അവിടെ മുഹാലാണ് എന്ന് കൊടുക്കുമ്പോ എവിടെ നോക്കിയിട്ടാ, ഇന്നമാവുവല തക്ദീരി തറക്കുബിൽ ജിസ്മി മിൻഹ, അവകളാൽ ജിസ്മിന്റെ തറക്കുവിനെ തക്ദീർ ചെയ്യേണ്ട മേല മാത്രമാണ്. അതായത് അപ്പോ ഒരു ജുദുല്ലതിലായത എന്നത് ഫീനഫ്സിൽ ബാത്തിലല്ല, ഇരേ ഇൻകിസാമിന്റെ കാബിലാവാത്തൊരു ജുദു ഫീനഫ്സിൽ ജായിസാണെന്നും അതേസമയം അതിനാൽ ഒരു ജിസ്മിന്റെ തറക്കുമെന്നുണ്ടാവൂല. അപ്പൊ അവിടെ തദാഖുലില്ല എന്നതിനും ശരി. അതേ സമയത്ത് ഒരു ജിസ്മ അതിനാൽ തറക്കുബാകലിനെ തക്ദീർ ചെയ്തിട്ടാണ്. എന്ത് അങ്ങനെ ഒരു മുഹാല് വരാൻ കാരണം, ഇത് അലാഹാദത്തക്ദീര്, ഈ തീരെ തൂരുല്ല അറവില്ല ഉംകുല്ല, തീരെ എന്തില്ല, അവിടെ മിഖ്ദാറിന്റെ അംശം തന്നെ ഇല്ല. അങ്ങനെയുള്ള ഒന്ന് ആണ് എന്ന തക്ദീരനുസരിച്ച് തദാഖലത്ത്, ആ ജുദുല്ലതിലായതില്ല തദാഖുലും ആയാൽ ബാദിലേക്ക് ചേരലിനാൽ കരസ്ഥമായിട്ടില്ല. മാലഹു മിഖ്ദാറുൻ ഫീ ജിഹത്തിൽ മുത്തരക്കൻ, ഏതെങ്കിലും ഒരു ജിഹത്തിൽ മിഖ്ദാറുള്ള ഒന്ന്, എന്നിട്ടല്ലേ പകരൻ അമ്മാലുഹു മിഖ്ദാറുൻ ഫിൽ ജിഹാത്തി സലാസി, 3 ജിഹത്തിൽ മിഖ്ദാറുള്ള ഒന്ന് എന്നിട്ടല്ലേ. അപ്പൊ ഒരു ജിസ്മ് അതിനാൽ തറക്കുബാവൂല. ജിസ്മ് തറക്കുബാവലിന്റെ ജയത്തിൽ കൂടെയാണ് അവിടെ ഏതായത് തദാഖുൽ മുഹാലാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇനി നമ്മള് ഈ കീലക്കാരൻ മനസ്സിലാക്കിയതിൽപ്പുണ്ട്, ജൗഹരിയായിരിക്കുന്ന ഖത്തുണ്ടെങ്കിൽ അത് ആ 2 ഖത്തിന്റെ ഇടയിൽ ഖത്ത് മുഹാലാണെന്നും ആ മുഹാലിയത്തിനെ സുബൂത്താക്കാൻ 2 സത്തിഹിന്റെ ഇടയിൽ എന്ത് ചെയ്തു, ഈ ജൗഹരിയായ ഖത്തിനെ വെച്ചാൽ ഈ 2 സത്തിഹിന്റെ 2 തെർഫുകൾ തമ്മിൽ മുലാഖാത്തുണ്ടോ ഇല്ലേ. മുലാഖാത്ത് ഒന്നിരിക്കൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് മുഹാലാണ്. കാരണം എന്താണ്, അപ്പോ തദാഖുൽ ലാസിമാവേണ്ടി വരും. ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ തലാഖില്ല നിൽക്കുക, തലാഖില്ലെങ്കിൽ എന്നുണ്ട് അത് ഇൻകിസാമിന്റെ കാബിലാവും, ഇനി വരും. തലാഖുണ്ട് തമ്മിൽ തെറുപ്പുകൾ തമ്മിൽ കട്ടികൾ കട്ടിയാൽ തദാഖുൽ ഉണ്ടാവേണ്ടി വരും. തദാഖുൽ മുഹാലാണ്. കാരണം 2 ഖത്തിന്റെ മജ്മൂഅ് വാഹിദായ ഖത്തിനേക്കാൾ ആഴമാണ് എന്ന കാര്യം വദിഹിയാണല്ലോ. അപ്പൊ എന്തുണ്ടാവണം, തദാഖുല് മുഹാലാണ് എന്നാകുന്നു. അപ്പൊ അതിന്റെ മേൽ ഇഷ്കാലാക്കി തദാഖുൽ എങ്ങനെ മുഹാലാകുക. കാരണം നമ്മളെ കലാം ഇപ്പൊ അർദിന്റെ ജിഹത്തിലോ തൂലിന്റെ ജിഹത്തിലോ, തൂലിന്റെ ജിഹത്തിലാണെങ്കിലും ഓക്കെ, അർദിന്റെ ജിഹത്തിലാണെങ്കിൽ എന്തില്ലല്ലോ, ഇവിടെ അളമന്നില്ലല്ലോ.
അലമിയത്ത് എന്നല്ലോ, പിന്നെങ്കിലും ആലമിയത്ത് ഉണ്ടാകാൻ രണ്ടെണ്ണത്തിന്റെ ജിത്തിമായനക്ക്. ഇങ്ങനെ കീനക്കാരൻ വന്നപ്പോ അപ്പോലും പറയട്ടെ, ഇതാ പുരിതൽ ഹത്തുൽ ജൗഹരിയോ, ഒരു ജൗഹരിയായിരിക്കുന്ന ഹത്തിനെ ഫർദ് ചെയ്യപ്പെട്ടാൽ, ഇതിപ്പോ ഹയൂലപ്പ ജൗഹറാണോ അല്ലേ എന്നൊന്നും വന്നിട്ട് കേട്ടോ, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ജൗഹരിയായിരിക്കുന്ന ഹത്തിനെ ഫർദ് ചെയ്യപ്പെട്ടാൽ, ബൈന ഹത്തൈന് ജൗഹരൈനി, ജൗഹറിനിയായിരിക്കുന്ന രണ്ട് ഹത്തിന്റെ ഇടയിൽ ജൗഹരിയായ ഹത്തിനെ ഫർദ് ചെയ്യപ്പെട്ടാൽ, ബൽ ബൈന ജിസ്മേനി, രണ്ട് ഹത്തനാവണ്ട, രണ്ട് ജിസ്മിന്റെ ഇടയിൽ, തദാഖുലു ഹുനാക മുഹാലുൻ, അവിടെ തദാഖുലു മുഹാലാണ്. കമാ സറഹ ബിഹി ശാരിഹുൽ മവാഖിഫ്, ശാരിഹുൽ മവാഖിഫ് ബഹുമാനപ്പെട്ട സയ്യിദ് ശരീഫുൽ ദുർദാനിക്ക് അത് വളരെ വ്യക്തമായിട്ട് തന്നെ സമർത്ഥിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹൈഫ് കാല, ശാരിഹുൽ മവാഖിഫ് പറഞ്ഞതിന് വേണ്ടി ബയാൻ ഇസ്തിഹാലത്തി തദാഖുലി ബൈനൽ അജ്സാഇ അല്ലദീ ലാ തതസദ, ജുദൂല്ലദീലായത്തിന്റെ ഇടയിലുള്ള തദാഖുലു മുഹാലാണെന്ന് ബയാൻ ചെയ്യാൻ വേണ്ടി മൂപ്പരെന്തി പറഞ്ഞത്, അന്ന ബദാഹത്തുൽ അഖലി, ബദാഹത്തുൽ അഖലി ഷാഹിദത്തുൻ, അത് വ്യക്തമായ തെളിവാണ്. അന്നൽ മുതഹയ്യിദ ബിദാത്തിഹി, സ്വയം ദാത്ത് കൊണ്ട് ഹയ്യിദിനെ സ്വീകരിച്ച ഒന്ന്, യംതരി വൻ യതദാഖല ഫീ മിസ്രിഹി, അതിന്റെ മിസ്ർ എന്താണ്, തദാഖുലാവുൽ മുതനിയാണ്. കാരണം എന്താ, ഏതൊരു സയ്യിനിക്കും ആ സയ്യിനിക്കുള്ളൊരു ഹയ്യിദ്, ആ ഹയ്യിദിനെ എന്ത് ചെയ്യാ, അതിന്റെ മിസ്ലായിരിക്കുന്ന ഒരു ഷെയ് കുടിഞ്ഞ് വരിക നോക്കുമ്പോ ഹയ്യിദിന് എന്ത് ചെയ്യേണ്ട വലിപ്പം കൂടിയിട്ടില്ലാന്ന് വെക്കുക, മുഹാലന്നല്ലേ. വഹുവാഹിറുൻ വദിഹിയുൻ ബിഹൈസു യസീറു ഹജ്മുഹുമാ കഹജ്മിൽ വാഹിദിൻ, അത് രണ്ടിന്റെയും തടി ഏക തടി, അതായത് രണ്ടിന്റെയും ഹൈദ് ഏക ഹൈദ് പോലെ ഇല്ല, കഹജ്മി വാഹിദി മിന്നുമാ, അതുപോലെ ഉണ്ടാവല് മുഹാല് തന്നെയാണ് എന്ന് ശാരിഹുൽ മവാഖിഫൊക്കെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ എന്താവണം, ജൗഹരിയായിരിക്കുന്നൊരു ഖത്താണെന്ന് വെച്ചാൽ ആ ഖത്തിന് രണ്ട് ഖത്തിന്റെ ഇടയിലോ അല്ലെങ്കിൽ രണ്ട് ജിസ്മിന്റെ ഇടയിലോ നമ്മൾ ഫർദ് ചെയ്യപ്പെട്ടാൽ അവിടെ പരസ്പരം തലാഖുണ്ട് എന്ന് വരികയും ചെയ്താൽ അതിനൊക്കെ തദാഖുൽ ലാസിമാണ്, തദാഖുൽ മുഹാലാണ് എന്ന കാര്യം വ്യക്തമാണ്. വഖദ് ദഹറ മിൻഹു അന്ന ഖൗലുഹു അൽ ഹുക്മു ബിംതിനായി തദാഖുലി ഇന്നമാ ഹുവ അലാ തഖ്ദീരി തറക്കുബിൽ ജിസ്മി മിൻഹാ മർദൂദ്. അപ്പൊ ഈ പറഞ്ഞതിനാൽ ലാഹിറായി അന്ന ഖൗലുഹു, മുജീബിന്റെ കൗല്, നേരത്തെ പറഞ്ഞ കീലുണ്ടല്ലോ, ആ കൗലില് അൽ ഹുക്മു ബിംതിനായി തദാഖുലി, തദാഖുൽ മുംതനാവല് ഇന്നമാ ഹുവ അലാ തഖ്ദീരി തറക്കുബിൽ ജിസ്മി, ഈ ജുസുല്ലതിലായതല്ലോ, അത് ജിസ്മിന്റെ തറക്കുബിലെ തഖ്ദീർ ചെയ്യുന്ന മേൽ മാത്രമാണ് എന്നതുകൊണ്ട് ഹുക്മ ചെയ്യല് മർദൂദുൻ, അത് മർദൂദാകുന്നു, അത് സമ്മതിക്കാൻ നിർവാഹില്ല. കാരണം അന്ന തദാഖുല തിൽക്കൽ അജ്സായി, ആ ജുസുല്ലതിലായ എന്ന അജ്സാക്കൾ തദാഖുലാവില് മുഹാലും ഫീ നഫ്സിഹാ, അത് ഫീ നഫ്സിൽ മുഹാലാവുന്നു. സവാഉൻ തറക്കബൽ ജിസ്മു മിൻഹാ ഔല, അവകളാൽ ജിസ്മു മുറക്കബാവട്ടെ ആവാതിരിക്കട്ടെ. അപ്പോ തഫ്സീലു, ഈ മിഖ്ദാർ ഉണ്ടെങ്കിൽ തദാഖുലുണ്ട്, ഇല്ലെങ്കിൽ തദാഖുലില്ല എന്ന ഈ തഫ്സീല് അയ്യുക്കാല ഇങ്ങനെ പറയപ്പെടും. തഫ്സീലു അയ്യുക്കാല ഇന്നൽ ബദാഹത്ത തഹ്കുമു ബിഅന്ന തദാഖുലൽ ജവാഹിരി മുഹാലുൻ മുത്ലഖൻ. അപ്പോ ഇവിടുത്തെ തഫ്സീര്, അതായത് തദാഖുൽ മുംതനിയാവലും തദാഖുൽ ജായിസാവിന്റെയും തഫ്സീര് ഇങ്ങനെയാണ് വേണ്ടത്. അയ്യുക്കാൽ എങ്ങനെ പറയപ്പെടും, അന്നൽ ബദാഹത്ത തഹ്കുമു, ബദാഹത്ത് വിധിക്കും ബിഅന്ന തദാഖുലൽ ജവാഹിരി, ജൗഹറുകൾക്കുള്ള തദാഖുൽ മുഹാലുൻ മുത്ലഖൻ, അത് തറക്കുമാവട്ടെ അല്ലാതിരിക്കട്ടെ. അപ്പൊ ജൗഹരിയായിരിക്കുന്ന ഖത്താണെങ്കിലും ജൗഹരിയായ സത്ഹാണെങ്കിലും ജൗഹരിയായിരിക്കുന്ന ജുസുല്ലതിലാണെങ്കിലും അതൊക്കെ എന്തെന്നെയാണ്, നിരുപാധികം തദാഖുൽ അതിൽ മുഹാലാണ്. എന്നാൽ
അമ്മാ തദാഖുലു വൈരിഹ, ഈ ജവാഹിർ അല്ലാത്തത് അറാദ്, ആ അറളുകളുടെ തദാഖുല് അലാമാ ഫസ്സലഹുൽ മുഅ്തരിദു, അത് മുഅ്തരിദ് തഫ്സീലാക്കിയ ഒന്നിന്റെ മേലാണ്, മിഖ്ദാറിന്റെ ഐസത്തിൽ കൂടെ മാത്രമാകുന്നു. ഫലാ യഹ്സിനു എന്ന് വെക്കുമ്പോ ഫലാ യഹ്സിനു ഹസനാവുല ഖൗലുഹു ഇംതിനാഉ തദാഖുലി ഇന്നമാ ഹുവ ഫിൽ മഖാദീരി മിൻ ഹൈസു ഹിയ മഖാദീർ എന്ന ഖൗൽ എന്തല്ല, ഹസനല്ല. അതെങ്ങനെ ഹസനല്ല, അത് സവാബല്ല എന്നല്ലേ പറയേണ്ടത്? ഇപ്പൊ ഷാരിപ്പി പറഞ്ഞനുസരിച്ച് എന്താണ്, ജവാഹിറുകളില് നിരുവാധികം തദാഖുല് മുഹാലാണ്, അറളുകളിലോ ജൗഹറുകളല്ലാത്തതില് മിഖ്ദാറിന്റെ ജിഹത്തിൽ കൂടെ മാത്രമേ തദാഖുലുള്ളൂ എന്നാണ് തദാഖുല് മുഹാലാകുന്നതിന്റെ ഇത് ആകെ തഫ്സീര് എന്ന് പറഞ്ഞ സ്ഥിതിയില് പണ്ട് ഈ സാഹിബുൽ തീര പറഞ്ഞല്ലോ, എന്ത് ഇവിടെ മിഖ്ദാറില്ല, മിഖ്ദാറുള്ളതിൽ മാത്രമാണ് എന്ത് തോന്നിയു അന്നംതിനാത്തദാഖുലി ഇന്നമാവുഫിൽ മഖാദീർ മിന്നൈസുഹി മഖാദീർ എന്ന് പറഞ്ഞല്ലോ. ആ കൗല് ഹസനാവൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഹസനാവൂല, സവാബാവൂല, അത് ബാത്തിലാണെന്നൊക്കെ അല്ലേ പറയേണ്ടത് എന്നൊരു സ്ഥലം അവിടെ വരും. അതിന് നമുക്ക് ആ കലാമിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് തെയ്വീല് ചെയ്യാം. നമ്മൾ നേരത്തെ അർത്ഥം വെച്ചത് എങ്ങനെ, ഇംതിനാഉ തദാഖുലി ഇന്നമാ ഹുവ, ആ തദാഖുലിന്റെ ഇംതിനാഅ് ഫിൽ മിഖ്ദാരി ഫിൽ മഖാദീരി, മിഖ്ദാറുകളിൽ മാത്രമാകുന്നു. അപ്പൊ എന്തായി, ഇന്നമന്റെ ഹസർ ഫിൽ മഖാദീരി എന്നതിലേക്ക് എന്ത് ചെയ്തു, നമ്മള് ഹസർ കൊടുത്തു. അങ്ങനെയാണ് ഈ ഭാരത്തിന്റെ ദാഹിർ. കാരണം ഇന്നമന്റെ ഹസർ താലിന്റെ താലിയിലാണെന്ന് നമുക്കൊക്കെ അറിയാലോ. മിന്നഹൈസുയ്യ മഖാദീർ, മിഖ്ദാറുകളായതിന് വേണ്ടി എന്ന് നമ്മളത് ഇല്ലത്തായിട്ട് കൊടുത്തു, ആ ദഅവക്ക് ഇല്ലത്തായിട്ട്. ഇനി വേണമെങ്കിൽ ആ കലാമിനെ നമുക്ക് നമ്മൾ ഈ പറഞ്ഞതിനനുസരിച്ച് എന്ത് ചെയ്യാവുന്ന തെയ്വീര് ചെയ്യാം. അതായത് ഇപ്പോ ഈ ഷാരി ഇവിടെ പറഞ്ഞല്ലോ, ജൗഹറുകളിൽ മുത്തറക്ക നിരക്ക് തദാഖുല് മുഹാല്, അറവുകളിലോ മിഖ്ദാറിന്റെ ഐസത്തിൽ കൂടെയാണ് തദാഖുല് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ആ കലാമ് എന്താക്കുക, മിഖ്ദാറുകളുടെ മേല് മാത്രം ചുമത്തുക. എന്നിട്ട് ഹസറിന് എവിടെയാണ് നോക്കുക, ഇന്നമാ ഹുവ ഫിൽ മഖാദീരി മിൻ ഹൈസു ഹിയ മഖാദീർ, ഈ ഹസറിനെ എവിടേക്ക് ദാഹിറാക്കുക, താലിന്റെ താല് മിൻ ഹൈസു ഹിയ മഖാദീറാണെന്ന് വെക്കുക. ഫീഹി ബുഴുദുൻ, എന്നാലും ശരി, ഈ മിഖ്ദാറുകളിലായ നിരക്കുള്ള ഹസറാകുന്നത് മിൻ ഹൈസു ഹിയ മഖാദീറു, അത് മിഖ്ദാറുകളായതിന് വേണ്ടി മാത്രമാകുന്നു. അപ്പൊ മിഖ്ദാറുകളിലായ നിരക്കുള്ള ഹസർ മിഖ്ദാറിന് വേണ്ടി മാത്രമാണ്, മിഖ്ദാറിന്റെ ഐസത്തിൽ കൂടെ മാത്രമാകുന്നു. അപ്പൊ എവിടുക്കെത്തി, മൂപ്പര് പറഞ്ഞ തഫ്സീരിന്റെ രണ്ടാമത്തെ ശിക്കിലേക്ക് മടങ്ങി. അതാണ് ഹസനാവുല എന്ന് പറഞ്ഞത്. ഈ മൂപ്പര ഇബാറത്ത് രണ്ട് മാനക്ക് മുഹ്തമിലാണ്. ഒന്നെന്തായി, തദാഖുലിന്റെ ഹസർ, തദാഖുല് മുംതലിയാവന്റെ ഹസർ മിഖ്ദാറിൽ മാത്രമാണ്, ജൗഹറായാലും വേണ്ടില്ല, അർദാലും വേണ്ടില്ല, മിഖ്ദാറിൽ മാത്രമാണ്. മിഖ്ദാറിലുള്ളടത്തൊക്കെ അസറുണ്ട്. ഈ രണ്ട് അസറും കൂടി എന്താവൂല, നമ്മള് തദാഖുലുണ്ടാവും എന്നത് നമ്മൾ സമ്മതിക്കൂല. അപ്പൊ ഒരു കലാമിൽ ഒരു ശിക്കിന്റെ മേൽ മാത്രം ചുമത്തുകയാണെങ്കിൽ ആ കലാമും ഓക്കെ. അതാണ് ഇപ്പൊ ഫലാ യഹ്സുനു എന്ന കലാമിനെ നമുക്ക് ജമ്മ് ചെയ്യാൻ പറ്റുന്ന രൂപം. നഅം ഇംതിനാഉ തദാഖുലി ഫിൽ മഖാദീരി ഇന്നമാ ഹുവ മിൻ ഹൈസു മഖാദീർ. എന്താ നഅം എന്ന് പറഞ്ഞ വാക്കിന്റെ മാന? നഅം, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇന്നമാ ഹുവ ഫിൽ മഖാദീരി മിൻ ഹൈസു ഹിയ മഖാദീർ എന്ന കലാമ്, ആ കലാമ് രണ്ട് മാനയെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഒന്ന് പേരാണ്, ഒന്ന് പിന്നെ മിഖ്ദാറുകളിൽ മാത്രമാണ് തദാഖുൽ മുംതനിയാകുക എന്നതിന് ഹസറാക്കി. രണ്ടാമത്തത് തദാഖുലിന്റെ ഇംതിനാനിക്കുള്ള ഇല്ലത്തിന് അത് മിഖ്ദാറുകളാകുക എന്ന വിഷയത്തിൽ എന്ത് ചെയ്തു, ഹസറാക്കലുണ്ടായി. എന്നാൽ അത് സമ്മതിക്കൂല. തദാഖുൽ മുംതനിയാവലിക്കുള്ളതായ ഹസറ് അത് മിഖ്ദാർ ആവല് മാത്രമാണ് എന്ന ഇല്ലത്തിന്റെ ഹസറുണ്ടല്ലോ, അത് സമ്മതിക്കൂല. അതേസമയം മിഖ്ദാറ്
മിക്താറുകളിൽ അരക്കുന്ന ഇംതിദാഹുന്റെ ഇംതിനായി മിക്താറിന്റെ ഐസത്തിൽ കൂടെയാണ് എന്ന് സമ്മതിക്കും. അതാണ് നഅം ഇംതിനാഉ തദാഖുലി ഫിൽ മഖാദീരി, മിക്താറുകളിലുള്ള തദാഖുൽ മുംതനിയാവല് അത് ഇന്നമാഹു മിൻ ഹൈസു മഖാദീർ, അത് മിക്താറിന്റെ ഐസത്തിൽ കൂടെ മാത്രമാണ്. അതേസമയം പിന്നെ തദാഖുൽ മുംതനിയാവലിക്കുള്ള ഇല്ലത്ത് മാത്രമാണ്, മിക്താർ മാത്രമാണ് എന്ന് സമ്മതിക്കൂല. വഖദ് യുജാബു അൻ അസ്ലിൽ ഇഅ്തിറാദി. ഇനി ഇവിടെ മറ്റൊരു മുജീബ് ഈ സാഹിബുൽ കീലൊക്കെ ഒരു ജവാബ് പറയാം. അതെന്താ ഇപ്പൊ സാഹിബുൽ കീല പറഞ്ഞത് എന്താന്ന് ആ മുജീബിന് മനസ്സിലായിട്ടില്ല എന്നാണ് മനസ്സിലാണ് മറുപടി. നോക്കുക, വഖദ് യുജാബു അൻ അസ്ലിൽ ഇഅ്തിറാദി. ഈ ഇഅ്തിറാദിന്റെ അസ്ല് ഈ നറാദ് തുടങ്ങിയല്ലോ, അതിന്റെ അസ്ലിനെ തൊട്ടുള്ള ജവാബ് എടുക്കപ്പെടുക. അന്നൻ നാദിറ, ഈ നാദിർ അഥവാ ഈ നെതിർ നടത്തിയ സാഹിബുൽ ഖീൽ മുഅ്തരിഫുൻ അംഗീകരിക്കുന്നതാണ്, അംഗീകരിക്കുന്നവനാണല്ലോ. അന്ന മജ്മൂ അൽ ഖത്തൈനി, രണ്ട് ഖത്തിന്റെ മജ്മൂ അഅ്ളമു മിൻ അഹ്ദിഹിമ, രണ്ട് ഖത്തിന്റെ ഒന്നിനേക്കാൾ ഫിത്തൂലി, തൂലിന്റെ വിഷയത്തിൽ ആഴമാണ് നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അത് മൂപ്പര് പറഞ്ഞല്ലോ, നിങ്ങൾ തൂലിലാണോ അറുതിലാണോ? തൂലിലാണെങ്കിൽ സല്ലംന. എന്നാൽ ഫലു തദാഖല ഖത്തുൽ മുസ്തഖില്ലു, അപ്പോ അൽ മുത്തവസ്സിത്തു, ഈ മുത്തവസ്സിത്തായ ബൈനൽ ഖത്തൈനി, രണ്ട് ഖത്തിന്റെ ഇടയിൽ, അൽ അർളിയൈനി, അർളിയായ രണ്ട് ഖത്തിന്റെ ഇടയിൽ മുത്തവസ്സിത്തായ ഈ ജൗഹരിയായ ഖത്തങ്ങ് തദാഖുലായാൽ ഈ അഹദിഹിമ, അത് രണ്ടിലേക്കത് ഒന്നിന്, നല്ലം വെക്കുനിൽ മുത്തദാഖിലാനി, ആ മുത്തദാഖിലാനി ആയിട്ടില്ല മഅൻ, ഒപ്പം അത്വല മിൻ അഹദിഹിമ, അത് രണ്ടിലേക്കത് ഒന്നിനേക്കാൾ അത്വലായിട്ടില്ല എന്നാണോ? വൈല്ല ലം യകുൽ ഖത്തുൽ മുസ്തഖില്ലു മുത്തവസ്സിത്തൻ ബൈനഹുമാ, അത്വലായിട്ടില്ലെങ്കിൽ വൈല്ല, അത്വലാവണം. അല്ല, അത്വല ലം യകുൽ മുത്തദാഖിലാനി മഅൻ അത്വല മിൻ അഹദിഹിമ. വൈല്ല, ഇനി അങ്ങനെ അത്വലായിട്ടില്ലെങ്കിലോ ലം യകുൽ ഖത്തുൽ മുസ്തഖില്ലു മുത്തവസ്സിത്തൻ ബൈനഹുമാ, ഈ മുസ്തഖില്ലായ ദൗഹരിയായിരിക്കുന്ന ഖത്തായിട്ടില്ല, അത് രണ്ടിനിടയിൽ മുത്തവസ്സിത്തായിട്ടില്ല എന്ന് വരേണ്ടി വരും. വല്യപ്പോ ഖാരിജനുമ, അത് രണ്ടു തൊട്ട് ഖാരിജാവേണ്ടി വരും. പക്ഷെ നമ്മളെ കലാമൻ ലാക്കിനിൽ മഫ്റൂദ് അന്നഹു മുത്തവസ്സിത്തുൻ, മുത്തവസ്സിത്താണെന്നല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞനുസരിച്ച് മുത്തവസ്സിത്തല്ല എന്ന് വരേണ്ടി വരും. അഖൂലു ഫസാദുഹു ളാഹിറുൻ, ഈ ജവാബിന്റെ ഫസാദ് ലാഹിറാണ്. എന്താ കാരണം? നമ്മളെ കലാം മൂപ്പരിപ്പോ പറയണെന്താ, അന്നൻ നാദിറ മുഅ്തരിഫ്, നാദിർ അംഗീകരിക്കുന്നുണ്ട്. എന്ത്? അന്ന കുല്ല ഖത്തൈനി, ഏത് രണ്ട് ഖത്തും മജ്മൂഹുമ, അത് രണ്ടിന്റെയും മജ്മൂൾ അഅ്ളമു മിനൽ വാഹിദി, വാഹിദിനേക്കാൾ അഅ്ളമാണ്. ഇദാ കാന മുത്തലാഖിയൈനി ഫി തൂലി, തൂലിലായ നിലയ്ക്ക് രണ്ടും തമ്മിൽ മുത്തലാഖിയായാലാണ്. നമ്മളെ കലാമോ അമ്മ ഇദാ കാന മുത്തലാഖിയൈനി ഫിൽ അർളി, അർളിൽ രണ്ടും തലാഖുണ്ടായാലോ പല. നമ്മളെ കലാമ അവിടെയല്ലേ. ഇത് വിഷയം മനസ്സിലാവാത്ത സംസ്ഥാനമാണ് ഇപ്പൊ ഈ മുജീബ് കൊടുത്ത ജവാബ്, ഈ ഇജാബുക്കാർ. വല ജായിസ, ജായിസല്ല അൻ യഹ്ജബ, അത് വരങ്ങല്. അപ്പൊ വരങ്ങാൻ പറ്റൂല എന്നുണ്ട്. വയില്ല, ഇനി അങ്ങനെ വരങ്ങിയാലോ ലംഘസമൽ ഖത്തു ഫീ ജിഹത്തൈനി, മുസന്നിഫ് തുടരാണ്, രണ്ട് ജിഹത്തിലെ ഖത്തും ഗസിമാവേണ്ടി വരും. അപ്പൊ പിന്നെ ഖത്താവും തൂലിൽ അർളിൽ ഇൻകിസാം ഉണ്ടാവില്ല. വഖദ് ഫളലഹു ഖത്ത് ഐ ലംഘിസാമ ഇല്ലാ ഫിൽ തൂലി ലിഅന്നമാ യുലാഖി മിൻഹു അഹദഹുമാ, കാരണം ആ ഖത്തിൽ നിന്ന് രണ്ടിൽക്കുന്ന ഒന്നിനെ തൊട്ട ഒന്ന് വൈറുമായി യുലാഖിലാഖറ, മറ്റേനെ തൊട്ടേലെ വൈറാവണം. വഹു മുഹാലുൻ, ഇത് മുഹാലാണ്. ഇനി വഅമ്മ അന്നഹു ലാ യജൂസു അൻ തകൂന സത്ഹൻ, അത് സത്ഹാവാൻ പാടില്ല എന്നല്ലോ. വലിയ അന്നഹാലൗക്കാത്ത സത്ഹൻ, അത് സത്ഹാണെങ്കിൽ ഈ പറഞ്ഞ അതേ ബുർഹാൻ തന്നെ. ഫൈദന്തഹായിലെ തുർഫാൽ ജിസ്മൈനി, രണ്ട് ജിസ്മിൻ രണ്ട് തുർഫതിലേക്ക് അടക്കമായി. ഫൈമാൻ യഹ്ജബ തലാഖൈഹിമ ഔ ലാ യഹ്ജബു, ഒന്നിരിക്കൽ തലാഖിനെ വരങ്ങട്ടെ അല്ലെങ്കിൽ വരങ്ങാതിരിക്കട്ടെ. വക്കുല്ലു വാഹിദിൻ മിൻഹുമാ ബാത്തിലുൻ അലാ മാ മറ, അപ്പൊ പറഞ്ഞനുസരിച്ച് ബാത്തിലാണ്. വഅമ്മ അന്നഹു ലാ യജൂസു അൻ തകൂന ജിസ്മൻ, അത് ജിസ്മാവാൻ പറ്റൂല എന്നല്ലോ.
എന്നഹാലവുക്കാത്ത് ജിസ്മൻ, അത് ജിസ്മാകാണെങ്കിൽ ലക്കാത്ത് മുറക്കബത്തുമിൽ ഹയ്യൂല വസൂറത്തി, അയ്യൂര സൂറത്തിനാൽ മുറക്കബാവേണ്ടത്. കാരണം ഏത് ജിസ്മ അയ്യൂര സൂറത്തിനാൽ മുറക്കബാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ ഇമാം പറഞ്ഞ. ഇവിടെയാണ് നമ്മളെന്ത് പറഞ്ഞത്, പണ്ട് ആ ജിസ്മ കൊണ്ട് എന്തായിക്കൂടെ സൂറത്ത് ഇസ്മിയല്ലേ ബാദിന്റെ നേരിൽ ഉദ്ദേശിക്കുന്നത്, അതാണെന്നാണ് വെച്ചാൽ എന്താവൂലല്ലോ, ഈ പറഞ്ഞ ഈ കലാമ് തർത്തുബാവൂല, ഇത് മുലായിമാവൂല എന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അത് ഈ കലാമിനെ പറ്റിയാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമുക്ക് പറയാം.